ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഒരുപാട് വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഒരു കുഞ്ഞു വീഡിയോ കുറേ ദിവസങ്ങളായിട്ട് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുമോളെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അത് വർഷങ്ങളായി എന്ന് പറയാം, 4 വർഷത്തിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടുണ്ടോയെന്ന് ഫോണിലൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കിയപ്പോഴൊന്നും ഫുള്ളായിട്ടും കാണുന്നില്ല കേട്ടോ. അപ്പോൾ അന്നൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത്ര നമുക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വീഡിയോ എടുക്കാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടേനി. അപ്പോൾ അതന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു തോതിൽ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. പക്ഷെ അന്ന് അതങ്ങനെ വീഡിയോ എടുത്തതുമില്ല. വീഡിയോ എടുത്തതാ ഡിലീറ്റായി പോവുക അങ്ങനെ എന്തൊക്കെയോ ആയിനാന്ന് തോന്നണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് ഒന്ന് വീഡിയോ ആക്കി ഇട്ടാലോ എന്ന്. അപ്പോൾ ഞാനത് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണാത്തവരും ഒക്കെ ഉണ്ടാവും അത്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞു പരിപാടിയാണ്, 4 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കുഞ്ഞു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് അധികം ലെങ്ത്തും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഞാൻ ഒരാളെ പൊതി എടുത്തിട്ട് അമ്മാലിയൊക്കെ അമ്മമ്മക്ക് അമ്മമ്മക്കൊക്കെ കൊടുത്ത് അച്ഛമ്മനെ വിളിക്ക്, അമ്മനെ വിളിക്ക്, അച്ഛമ്മ കൊടുക്ക, അച്ഛമ്മനെ വിളിക്ക്. നീ മീമിക്കൊന്ന് അച്ഛമ്മക്ക് ഉപ്പ് ഒന്നില്ല ആ അച്ഛമ്മക്ക് അയ്യോ എന്റെ തന്നെ കിട്ടി. എന്റെ തന്നെ കിട്ടി. ഫസ്റ്റില് ഒരു കുഞ്ഞക്ക് രണ്ടാമത്തെ അമ്മായി അതൊന്ന് ഉപ്പിട്ട് തൊള്ളയിലേക്കാണ്. വല്ല കനാണ് പരിപാടിയാണ്. പല്ലേ കണ്ട അപ്പോൾ അത് കഴിക്കണം എന്നൊക്കെ അനീഷേട്ടന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഒരു മോളല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾക്ക് പരിപാടിയാക്കി കഴിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. അങ്ങനെ പരിപാടിയാക്കി കഴിച്ച് അന്നൊക്കെ ഞാൻ ഇവിടെ ഫറൂഖിലൊരു തുണി ഷോപ്പിൽ പോകുന്ന സമയമാണ് കേട്ടോ. അപ്പം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 4 വർഷങ്ങൾക്കൊക്കെ മുന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ ആ പണിയൊക്കെ കുറച്ച് ദിവസത്തിനൊക്കെ ലീവാക്കി. പിന്നെ നന്ദുമോളെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് പിന്നെ ഉള്ള കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അവിടെ ജോലിക്കൊക്കെ പോവലൊക്കെ തുടങ്ങിയത്. അപ്പോൾ അത് വലിയൊരു പരിപാടിയൊക്കെ കഴിച്ച് ചുറ്റുവട്ടമുള്ള ആൾക്കാരോട് പറഞ്ഞ് കുടുംബക്കാരോട് പറഞ്ഞ് അങ്ങനെ നന്ദുമോൾക്ക് അന്ന് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടതും പിന്നെ കുറച്ചൊക്കെ പുതിയതായിട്ട് വന്നതൊക്കെ ഉണ്ടായിനി. അങ്ങനെ അത് കാര്യങ്ങളൊക്കെ കിട്ടി. അത് കെട്ടലും കാര്യങ്ങളും പരിപാടിയൊക്കെയാണ് കേട്ടോ കാണുന്നത്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒറിജിനലായിട്ടുള്ള എല്ലാവരെയും വാക്കുകളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. അതിൽ ഡബ്ബിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അന്നത്തെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനവും കാര്യങ്ങളും അതും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ ഞാനൊന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അനീഷേട്ടൻ്റെ ഫോണിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതാണത്. അങ്ങനെ അപ്പം ആർക്കൊക്കെ അത് ഉൾക്കൊള്ളാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതൽ എന്താണ് ഇത് കാണാത്ത ആൾക്കാർ, പരിപാടി ഇങ്ങനെ കഴിക്കാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആരും പുറം ലോകം അറിയരുത് എന്നൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ട്. പക്ഷേ നമ്മൾ അന്നത്തെ വീഡിയോ അന്നൊന്നല്ല ഇടുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാണ്, 4 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നന്ദുമോൾ +1-നൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ എന്താ പറയുക, ഇത് ഇട്ടാൽ ആളെന്നെ ചീത്ത അറിയോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നന്ദുമോൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അവൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും ഞാൻ പറഞ്ഞു കേട്ടോ, ഈ വീഡിയോ ഞാൻ ഒന്ന് വീഡിയോ ഇട്ട് നോക്കും എന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞു കേട്ടോ. അപ്പം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി വന്ന് വീഡിയോ കണ്ടാൽ എന്താ പറയാമെന്നൊന്നും അറിയില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിച്ച് ഞാൻ ചേട്ടൻ്റെ പെങ്ങന്മാരൊക്കെ വന്ന് എല്ലാവരും, അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കേട്ടോ. അന്നൊക്കെ അച്ഛനൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പം പിന്നെ എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ മാമൻ്റെ മക്കളും എല്ലാവരും അങ്ങനെ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്വർണ്ണങ്ങളും കുറേ ഡ്രസ്സും കാര്യങ്ങളും മോൾക്ക് തിന്നാനായിട്ടുള്ള കുറേ സാധനങ്ങളും ഒക്കെ കിട്ടി. ഒരു ഗംഭീരം പരിപാടി എന്നായിട്ട് അങ്ങോട്ട് കഴിച്ചിട്ടോ. അപ്പം ചേട്ടൻ്റെ ഒരു ആഗ്രഹം ഇനിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് നല്ലൊരു ഗംഭീരം പരിപാടിയായിട്ട് തന്നെ കഴിച്ച് ബിരിയാണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഉഷാറ് പരിപാടി തന്നെ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊരാഗ്രഹം ഞങ്ങൾ നടത്തിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ചിലവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് പുറം ലോകം അറിയരുത് എന്നുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞങ്ങളിത് അടിപൊളിയാക്കി കഴിച്ച്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിക്കുമാണ്. പിന്നെ മക്കളെ ഒരു പരിപാടി കഴിയുമ്പോൾ അച്ഛനമ്മയ്ക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സന്തോഷം സമാധാനമൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ പറയാം. അതിൽ നമ്മൾ തെറ്റായിട്ടൊന്നും വീഡിയോ കാണിക്കണില്ല കേട്ടോ. ഞങ്ങൾക്കുള്ള കുറച്ച് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ടുള്ള ഓരോ ആചാരങ്ങളൊക്കെയാണ്. അത് ഞാൻ ക്ലിയർ ആയിട്ടുള്ള വീഡിയോയും കൂടിയല്ല. അപ്പോൾ ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അത് അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് എന്താ വെച്ചാൽ അറിയിക്കുക. അപ്പം എല്ലാവർക്കും ബൈ.